ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും ചക്ക വെട്ടുമ്പോൾ ഇത് കണ്ടില്ലേ, അരക്കുണ്ടാവും. അരക്കില്ലാതെ എങ്ങനെ ചക്ക വെട്ടിയെടുക്കാന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അത് ഈ ചക്ക സീസൺ തീരാറായപ്പോഴാണ്. എന്നാലും അത് അറിയാനുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവത്തില്ലേ? നിങ്ങൾക്ക് അറിയാവോ? ഇല്ല. എങ്ങനെയാന്ന് അറിയത്തില്ല. മമ്മിക്ക് അറിയാവോ? മമ്മിക്കും അറിയത്തില്ല. അപ്പൊ നമ്മുടെ കയ്യില് ചക്കയിറക്ക് പറ്റാതെ ഇതിന് മുളഞ്ഞിന്നൊക്കെയാ പറയുന്നത്. പല നാട്ടിലും പല പേരാ. മമ്മി വെള്ളത്തിൽ മുക്കി വെട്ടുമ്പം അങ്ങനെ അളിഞ്ഞ് ഇങ്ങനെ കയ്യെ കൂടി ഇങ്ങനെ നൂല് പോലെ അരക്ക് വന്നോണ്ടിരിക്കും. ആ അരക്ക് വരാതെ എങ്ങനെ നമുക്കൊരു ചക്കേനെ വെട്ടിയെടുക്കാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നേരത്തെ ആയിരുന്നെങ്കിൽ കുറെ ആൾക്കാർക്ക് ഉപകാരപ്പെട്ടാണ്. അപ്പൊ ഇതിപ്പോ നമ്മൾ ഇട്ടപ്പം വെച്ചേക്കുന്ന അരക്കാണ് കേട്ടോ. എന്തോ ആദി. അപ്പൊ ഇട്ടപ്പോ ഇത് മണ്ണിലേക്ക് വന്ന് വീണുണ്ട്. ചെറുതായിട്ട് ഇതേക്കടെ മണ്ണൊക്കെ ഉണ്ട്. ഈ മണ്ണൊന്ന് നമ്മള് ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകി കളയാം. പ്രൊസീജിയർ ഒന്നുമല്ല, ഇതിനകത്തുള്ളതൊന്നുമല്ല. ഞാൻ മണ്ണ് പറ്റിയതുകൊണ്ട് അതിന്റെ കത്തി എനിക്ക് വേണമായിരുന്നു. ആണോ? എന്നാ അപ്പൊ ആദ്യം നമ്മളിതൊന്ന് കഴുകിയെടുക്കട്ടെ. ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുന്ന പറഞ്ഞാൽ ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ മണ്ണ് ഒക്കെ അതിനകത്തേക്കൊക്കെ വീഴാതിരിക്കാൻ വേണ്ടിയാണ്. ചക്കനെ കുളിപ്പിക്കുകയാണ് ഇവിടെ. ഉരുട്ടിയിട്ട് കുളിപ്പിക്കുക. അപ്പൊ നമ്മളിനി ആദ്യം ചെയ്യാൻ പോകുന്നത് ചക്കനെ എന്റെ പൊന്നിയൊക്കെ ഇങ്ങോട്ട് കറക്കണം. ഇങ്ങനെ കറക്കണം. ഇടത്തോട്ടും വലത്തോട്ടും രണ്ട് കറക്ക്. അമ്മ കത്ത് തരാവോ? ഒരു തുള്ളി പോലും കയ്യിൽ അരക്ക് പറ്റാതെ നമുക്ക് ചക്ക വെട്ടാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്യണോ? നിത്യത്തിന് ഇവിടെ വീഴുള്ളൂ. എന്നതാ ചെയ്യുന്നതെന്ന് പറ. നമ്മൾ ആദ്യം ഇതിന്റെ തൊലി എത്താൻ പോവാ. ഈ ചക്കയുടെ തൊലി എത്തി എടുക്കട്ടെ കേട്ടോ. മൊത്തം ചെത്തണം. മൊത്തം തൊലി എത്തണം. എന്നാണ് പറയുന്നത്. അപ്പൊ തൊലി എത്തിയിട്ട് കാണാം അല്ലേ? തൊലി എത്തിയിട്ട് കാണിക്കാം ഇനി. അപ്പൊ ചക്കയുടെ തൊലി ചെത്തൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാവരും ചക്ക വെട്ടുമ്പോ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. അഭിമുഖീകരിക്കുന്ന അഫിയാണോ അഭിയ എന്തായാലും സംഭവം എല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു സംഭവമാണ് ഈ ചക്ക അരക്കെന്നുള്ളത്. അപ്പോൾ അതായത് ചക്ക മുളഞ്ഞി അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മളിങ്ങനെ ഈ സാധനം ചെത്തിയെടുക്കുന്നത്. അപ്പൊ എങ്ങനെയാന്നുള്ളത് ഇത് വെട്ടാൻ നേരത്ത് നിങ്ങൾ കണ്ടോണോ ഇതിനകത്ത് ചക്ക ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ചക്ക വെട്ടി കഴിയുമ്പോൾ കാണാം. ഇത് കത്തി മോശമാണ്. പിന്നെ എൻ്റെ കൈ അത്ര ശരിയല്ല. അതുകൊണ്ടാണ് വെട്ടാൻ ഇച്ചിരി സമയം എടുക്കുന്നത്. അല്ലെങ്കിൽ കടകടകടകടയെന്നിങ്ങനെ തുരിയെത്തി പോകാൻ പറ്റുന്ന നിസ്സാര കാര്യമുള്ളൂ. സിമ്പിൾ കാര്യമുള്ളൂ. ആ സിമ്പിൾ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു പണി എളുപ്പമുണ്ട്. കാരണം ഈ കയ്യേക്കടെല്ലാം ചക്കരക്കായി നമുക്ക് അടത്തിയെടുക്കാനൊക്കെ സിമ്പിളാണ്. അകത്ത് ആ സെൻറ്ററിൽ കൂടെ പോകുന്ന മുളഞ്ഞ് അല്ലെങ്കിൽ അതൊക്കെ മൊത്തം അരക്കായിരിക്കല്ലേ. ഇത് ആരക്കൊന്നും ഉണ്ടാവില്ല. മമ്മിക്ക് പക്ഷെ ഇപ്പോഴും വിശ്വാസമില്ല. ഇത് കണ്ടാലേ വിശ്വസിക്കുള്ളൂ എന്ന് മമ്മി പറഞ്ഞേക്കുന്നത്. നിനക്ക് വിശ്വാസമുണ്ടോ? എനിക്ക് തീരെ വിശ്വാസം തോരാ. അതായത് നമ്മൾ ഇതിങ്ങനെ ചെത്തുമ്പോൾ അതിൻ്റെ ഒരു രാസപ്രവർത്തനം നടക്കും. പിന്നെ അതാ ഒഴുകി പോവായിരിക്കും. അപ്പൊ ഒഴുകി പോകും, പുറത്തേക്ക് പോകും. എന്നാലും ഉണ്ടാവും പറയുന്നല്ലേ. എന്നാലും കയ്യെ പറ്റുമെന്ന് എന്റെ കണ്ണാനൊക്കെ തെറിക്കുന്നുണ്ട്. അതാ കീഴെ നിന്ന് വീഡിയോ എടുത്തിട്ടല്ലേ. കത്തി മോശമാണ്, പിന്നെ എന്റെ കൈ മോശമാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ചെത്താൻ താമസം വരുന്നത് കേട്ടോ. കൈവേദന വെട്ടാൻ പറ്റുന്നില്ല. ഇല്ലില്ല, ഇത് ഞാൻ സക്സസ് ആക്കിയിട്ടേ പോകുള്ളൂ. നിങ്ങളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വിശ്വാസം ആക്കുന്നവരെ. കാരണം ചിലപ്പോഴെങ്കിലും കുറച്ച് 1-2 ആൾക്കാർക്കെങ്കിലും ഈ വീഡിയോ കാണുന്നവർക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും കമന്റ് ചെയ്യണം. ചക്ക വെട്ടാൻ ഈ കത്തി കൊണ്ടുവരുന്ന തോന്നുന്നു. തറയെ കൊണ്ടുകൊണ്ട് ഇല്ല മമ്മി, ഇതിനാണ് വെട്ടുന്നത്. ഈ കത്തിക്കണം, മറ്റേ കത്തിക്ക് വെട്ടത്തില്ല. വലിയ കത്തിയാ. അങ്ങനെ സക്സസ്ഫുള്ളി ചക്കയുടെ തോട് ചെത്തി ചക്കേനെ എന്താ പറയാ മമ്മി, ചക്കേനെ തൊലി വിരിച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾ ഏതായാലും ഇവിടം വരെ ആയിട്ടുണ്ട് കേട്ടോ. ഇതിന് മുകളിൽ ഇച്ചിരി ഒരു ബക്കറ്റ് വെള്ളം ഇപ്പോൾ ഒഴിച്ചു വിട്ടായിരുന്നു. ആദ്യം പുറമേ വരുന്ന ഇച്ചിരിച്ചേ
അരക്കുള്ളതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി. എന്നിട്ട് ഞാൻ ഇവരുടെ കയ്യിലേക്ക് കൊടുക്കും. ഇവരുടെ ആരുടെയും കയ്യിൽ അരക്ക് പറ്റുമോ ഇല്ലെന്ന് ഞാൻ നോക്കട്ടെ. എൻ്റെ കയ്യിൽ ഇച്ചിരി പറ്റും, കാരണം അതിൻ്റെ തുമ്പത്തൊന്നുമില്ല അരക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇത് വെട്ടുന്ന ആൾക്കാരുടെ കയ്യിൽ ഒരു കാരണവശാലും ഇനി അരക്ക് പറ്റിയല്ല. അതാണ് നമ്മുടെ ഈ ഒരു അമ്മ ചിരിക്കുക. അമ്മയ്ക്കിപ്പോഴും അമ്മ ചിരിക്കുക. ഇനി നമുക്ക് കാണാം, നമുക്ക് കാണാം. അല്ലേലും മമ്മി ഇവിടെ കൈയൊക്കെ വൃത്തിയൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. മമ്മിയുടെ കൈയിന്റെ തുഞ്ചത്ത് ഒരു തുള്ളി അരക്ക് പറ്റിയെങ്കിൽ പറയാം. പിടിച്ചോണ്ട് എന്റെ കയ്യിൽ പറ്റി അരക്ക് കളയാൻ വേണ്ടിട്ട് പോയോ? അപ്പൊ നോക്കാം, നമുക്ക് നോക്കാം. ഇവിടുത്തെ ഈ മുളക് ഇതുണ്ട്, ഇവിടെയൊക്കെ തിരിച്ച് കാണും കേട്ടോ. കാരണം ഇവിടെ മെട്രോ ഉണ്ടോ? ഇതിപ്പോ ചക്കയാന്ന് പോലും തോന്നില്ല ചായ. ഇല്ലേ, ഇത് വേറെന്തോ ആണ്. ഇത് ചക്കയല്ല, ചക്കയല്ലേ? ചക്കയല്ല. ഉണ്ടോ തുള്ളി അരക്കില്ല. നമുക്ക് കാരണം എന്റെ കയ്യിൽ ഇച്ചിരി അരക്ക് പറ്റിയിട്ടുണ്ട്. കാരണം ആ സൈഡിൽ നിന്നൊക്കെ അരക്ക് ഒലിച്ച് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിനെ ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുക. കുളിപ്പിച്ചെടുക്കാം. അപ്പൊ നമ്മള് ചക്കനെ കുളിപ്പിക്കുകയാണ്. ജസ്റ്റ് ഇച്ചിരി വെള്ളം ഒഴിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സുന്ദരനായിട്ടിരിക്കും. വെട്ടുന്നതിന് ഇവിടെ ചെറിയൊരു കേടുണ്ട്. ആണ് ഇച്ചിരി ഒഴിച്ചത് എന്റെ കയ്യെ കൂട്ടി ഒരു വൃത്തിയാവും. ഇത് നമ്മുടെ ചക്കയാട്ടോ. കണ്ട ചക്കയാന്ന് തോന്നൂലെങ്കിലും ഇത് കണ്ടാലും ചക്ക വലിയ ചക്കയായിരുന്നു. അതിന്റെ തൊലി എത്തി കഴിഞ്ഞപ്പോ ഇച്ചിരി ചെറുതായി. അപ്പൊ നമുക്കൊരു നല്ല വെള്ളച്ചക്ക. നിങ്ങളുടെ നാട്ടിലുണ്ടോ വെള്ളച്ചക്ക? വെള്ളച്ചക്ക കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതിനെ ഇനി വെട്ടാൻ പോവാണ്. അപ്പോ നമ്മൾ നമ്മുടെ ചക്കനെ വെട്ടാൻ പോവാണ് കേട്ടോ. ഇതിനകത്ത് തുള്ളി അരക്കുണ്ടാവില്ലെന്നുള്ളതാണ് ഇനി ഇതിന്റെ രഹസ്യം. ഇതിന്റെ രഹസ്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താന്നുള്ളത്. നമ്മൾ തൊലി ചെത്തി കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള അരക്ക് മുഴുവൻ പുറത്തേക്ക് ഒലിച്ചിറങ്ങി മുഴുവൻ പുറത്തേക്ക് പോകും. അതുകൊണ്ട് ചക്കയിൽ യാതൊരുവിധ അരക്കും ഉണ്ടാകുകയില്ല എന്നാണ് ഒരാൾ ആരെങ്കിലും ഉച്ച കയ്യാൽ ഇറക്ക് പറ്റിച്ചു കഴിഞ്ഞാൽ, അതായത് പുറത്ത് ചെത്തുമ്പോൾ എന്തായാലും ഇച്ചിരി അരക്ക് പറ്റും. ആ പറ്റിച്ചു കഴിഞ്ഞാൽ ബാക്കി വീട്ടിലുള്ള എല്ലാവർക്കും കൂടെ പരിക്കാത്തോട്ട് എടുത്ത് വെച്ച് കൊടുത്താൽ എല്ലാവർക്കും കയ്യാൽ അരക്ക് പറ്റാതെ ചക്ക ഒരുക്കിയെടുക്കാം. ഇനി ഇത് മുറിച്ചാൽ മാത്രമേ അത് സക്സസ് ആണോ അറിയാം. ഇതുവരെ മമ്മി സമ്മതിച്ചിട്ടില്ല. അപ്പൊ നമുക്കൊരു കത്തിക്ക് വേണമെങ്കിൽ ഇത് മുറിക്കാം. കോടാലി ഒന്നും വേണ്ട. അത് നേരാ, ഉണ്ടോ? ഈസി ആയിട്ട് മുറിക്കാം. ഈസി ആയിട്ട് മുറിക്കുന്നുണ്ട്. ഈസി ആയിട്ട് മുറിക്കും. കത്തി നമ്മുടെ മോശമായിട്ടാണ് കേട്ടോ. അതാ ഞാൻ വിചാരിക്കും ഇതിന്റെ ഇതുണ്ടോ പോകുന്ന പോക്കുണ്ടോ? തൊലിക്കാണ് എത്ര കട്ടി? കത്തിക്കണ്ടില്ല. അതോ മുളഞ്ഞുള്ളതുകൊണ്ടാണോ മുറിയാൻ ബുദ്ധിമുട്ട്? എന്ത് സിമ്പിൾ ആയിട്ടാ പോകുന്നത് കത്തി. ഇതുണ്ടോ? അരക്കില്ല മമ്മി. എവിടെ അരക്കുള്ള ഇനി നിങ്ങൾ അരക്ക് കാണിച്ചു തന്നത്? ഒരു തുള്ളി അരക്ക് ഇതിനകത്തുണ്ട്. മമ്മി വാ, ഇങ്ങോട്ട് വാ, ഇരിക്കോട്ട്. മമ്മി നോക്ക് എവിടെയായി ചക്കയുടെ അകത്ത് അരക്കുള്ളത് നോക്ക്. എവിടെയാണ് അരക്ക്? ഇതുണ്ടോ ഇവിടെ ചെറുതായിട്ട് എന്തോ ഇത് എവിടെയാ അരക്ക്? അരക്കില്ല. ആ തൊലിയിലാണോ മൊത്തം അരക്ക് ഉയരുന്നത്? അതെ അതെ, ഇവരുടെ മുഖം കണ്ട ആശ്ചര്യം കണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഇതുണ്ടോ ഒരു തുള്ളി അരക്കില്ല. അതായത് കുത്തൊക്കെ ആയിട്ട് തോന്നുന്നല്ലാതെ. അല്ലെങ്കിൽ ഇങ്ങനെയാണോ ചക്ക മുറിച്ച് വെച്ചാൽ ഇങ്ങനെയാണോ? ഉണ്ടോ ഇപ്പൊ വിശ്വാസമായ മക്കളെ? ഞാനങ്ങനെ വെറുമ്പാക്കൊന്നും പറയേ. അവിടെയുള്ള സാധനമൊക്കെ പുറത്തിറങ്ങുന്നത് അതാണ്. കൊച്ചിനെ കാണിക്കണം വീഡിയോയിലോ? കൊച്ചിനെ വീഡിയോയിൽ കാണിക്കണം. അപ്പൊ ഇത്രേ ഉള്ളൂ, നിസ്സാര കാര്യം. നമ്മൾ പറഞ്ഞപ്പോൾ ആർക്കും വിശ്വാസമില്ല. ഇത് കണ്ടപ്പോൾ കണ്ണു തള്ളുന്നുണ്ട് നിന്നുണ്ട് അല്ലേ? ചക്കയ്ക്കകത്തൊരു തുള്ളി അരക്കും. അതെ അതെയോ? കഥ എഴുതാൻ പോവാ. കഥ എഴുത്തുകാരിക്ക് ഒരു കഥ കിട്ടി. ഒരു തുള്ളി അരക്ക് എവിടെയെങ്കിലും കാണിക്കാൻ പറ്റുമോ? ഇത്രയും സക്സസ് ആവുമെന്ന് ഞാൻ പോലും വിചാരിച്ചില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയൊക്കെ കണ്ടെത്തുന്നു. മമ്മി ഇത് കണ്ടോ? മമ്മിക്ക് പോലും വിശ്വാസമായില്ലെന്നുള്ള.
വെയില്. നമുക്ക് തുണി അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. ഇതൊന്നും കൂടെ മുറിച്ച് കാണിക്കാം കേട്ടോ. നമ്മുടെ സുന്ദര കുട്ടപ്പൻ ചക്ക, ഒരു തുള്ളി അരക്കില്ലാത്ത നമ്മുടെ സുന്ദര കുട്ടപ്പൻ ചക്ക, അരക്കില്ലാത്ത ചക്ക. ആരെങ്കിലും എന്താ ഇതിന് ചുളയൊക്കെ ചുമ്മാ ഉണ്ടോ? ഇത് അരക്ക് പറ്റി എൻ്റെ കയ്യിൽ വെട്ടി നേരത്തെ പറ്റി വെച്ചിരുന്ന കേട്ടോ. അല്ലെങ്കിൽ ഒരു ചക്ക വെട്ടി എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇങ്ങനെ കൈ കൊണ്ട് തൊടാൻ പറ്റുമോ? ഇങ്ങനെ കൈ കൊണ്ട് പോകാൻ പറ്റുമോ? അതൊന്നുകൂടെ വെട്ടിക്ക്. ഒന്നുകൂടെ വെട്ടിയാൽ ഇനിയും ഇതൊക്കെ തന്നെ ഉള്ളൂ. അരക്ക് കാണില്ല. ഇപ്പം എനിക്ക് വിശ്വാസമായി. അല്ല, ഇത്രയും വൃത്തിയിലിരിക്കുമെന്ന് അറിയത്തില്ല. വൃത്തി നോക്കി അതിന് എന്തൊരു നല്ല നീറ്റായിട്ട് അയക്കുന്നു നോക്കി. അതല്ല, വേറെ പ്രത്യേകത ഇതുണ്ട്. കൈ കത്തിക്ക് നമുക്ക് നല്ലപോലെ സിമ്പിളായിട്ട് മുറിച്ചെടുക്കാൻ നല്ല വൃത്തിയിൽ. ഇതിന്റെ തോടാണ് എല്ലാത്തിന്റെ പ്രശ്നക്കാരൻ അല്ലേ? തോടാണ് പ്രശ്നക്കാരൻ ചക്കയുടെ. ഇതുണ്ട്, നോക്കുവാ നീ. ഇത് കേടുള്ളതുകൊണ്ട് ആ കേടിന്റെ ഭാഗമാണ്. ഒരു തുള്ളി അരക്ക് ഇത് കാണിക്കാൻ പറ്റൂ. എവിടെ നിന്ന് കണ്ടുപിടിച്ചോണ്ട് വരുന്നോ ഇങ്ങനത്തെ കുഴിഷ്ടൊക്കെ? ഇതുണ്ട്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇനി എല്ലാം കൂടെ ഇതിലോട്ട് വന്ന് ആയി ഇത് മുഴുത്ത ഉള്ളതിലേക്ക് വെച്ച് മുഴുത്തതാണേ. മുഴുത്ത കഷ്ണം. നമ്മുടെ കത്തി അത്രയ്ക്കും നല്ല മൂർച്ച ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇത് വെട്ടാൻ ഇച്ചിരിയെങ്കിലും പാട് വിടുന്നത്. അല്ലെങ്കിൽ ഒരു പാടുമില്ല. എൻ്റെ സൈഡിലേക്ക് പോയി ഞാൻ വെട്ടി വന്നിട്ട്. കത്തി മോശം, അതാണൊരു വിഷയം. കത്തിയും കൂടെ നല്ല ആയുധം കണ്ടല്ലോ. ഇതുണ്ടോ? ഇതുണ്ടോ? മഞ്ഞ കളർ. ഇതിൻ്റെ അടി ഇച്ചിരി ഉണ്ട്. പക്ഷെ ഒരു ചക്ക വെട്ടിയിട്ട് ഇങ്ങനെ ഒരു പാത്രം കഴുകി വെച്ചേക്കുന്ന പോലെ ചക്ക വെട്ടി വെച്ചേക്കുന്നത്. പാത്രം കഴുകി വെച്ചേക്കുന്ന പോലെ. ഇനി വാ, അമ്മയ്ക്ക് വന്ന് വേണ്ടൊക്കെ പറഞ്ഞു കേട്ടായിരുന്നു. പറഞ്ഞൊന്നുമില്ല, വിശ്വാസമില്ലായിരുന്നു. വിശ്വാസമില്ലാത്ത തലമുറ. ഞാൻ പറഞ്ഞു അരക്കില്ലാതെ എങ്ങനെ ചക്ക വെട്ടാം, ആരുടെ കയ്യിൽ അരക്ക് വെച്ച് തരാം. ഇനി ആർക്കും വേണ്ട ഇതിനകത്ത് ഈ എന്താ പറയാ അരക്ക് പറ്റുന്ന മാറി നിൽക്കുന്ന കുറച്ച് ആർക്കും എന്തോ കൊച്ചിന് വേണം ചക്ക ഉണ്ടോ? ആ അരക്ക് പറ്റുന്ന ഓർത്തോണ്ട് മാറി നിൽക്കുന്ന എല്ലാവർക്കും പാഠമാവട്ടെ. കാരണം വീട്ടിൽ ഒരു ചക്ക വിട്ടുമ്പോ എന്റെ കയ്യിൽ അരക്കാവെന്ന് പറഞ്ഞ് ആരും മാറി നിൽക്കരുത്. അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവരോടും പറയുക നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ അറിയാവുന്നവരാണെങ്കിൽ ഇതിനു മുമ്പ് അറിയാമായിരുന്നെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതെ, മമ്മിക്ക് ഇപ്പോഴും വിശ്വാസമായിട്ടില്ല എന്നെ എങ്ങനെ സംഭവിച്ചെന്ന്. നിങ്ങളുടെ കണ്ണാടി പോലെ ഇരിക്കുന്നു. കപ്പളങ്ങ ചേന കുത്തി വെക്കുന്നു. അത് വരും. എന്ന് പറഞ്ഞല്ലോ ചക്ക. ചക്കയുടെ അരക്കാന്ന് പറഞ്ഞ ചില്ലറ അരക്കാണ് ഇത്. അതും ചെറിയ ചക്കയല്ല, വലിയ ബ്രഹ്മാണ്ട ചക്കയാ. ചെറിയ ചക്ക നമ്മൾ ചെത്തി ഇതാക്കിയെങ്കിലും എന്തായാലും നമുക്ക് ഇങ്ങനെ കിട്ടിയതിൽ വളരെ സന്തോഷം. ഇനി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സന്തോഷം ഞങ്ങൾ അറിയിച്ചിരിക്കുന്നു. അതെ, ഗുരുവേ നമിച്ചിരിക്കുന്നു ഉണ്ടോ. അപ്പൊ എന്തായാലും നമ്മൾ ഈ കുഞ്ഞു വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അവിടെ വെക്കുമ്പോൾ തരാം, കുറച്ചവിടെ വെച്ച് തരാം. അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതുപോലുള്ള അടിപൊളി വേറെ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ. ഒരു തുള്ളി അരക്ക് ഇത് പൊന്നു ആദ്യമായിട്ട് ഇങ്ങനെ നമ്മളും പരീക്ഷിക്കുന്നത് കേട്ടോ. അരക്കിൻ്റെ ഒരു മയം പോലും ഇല്ല. ഞാൻ ഇപ്പോൾ എല്ലാവരും ചക്ക വെട്ടുന്നത് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇത് ചക്കയുടെ കേട് വന്ന ഭാഗം കേട്ടോ.